ഇതാണ് പൊട്ടുവെള്ളരി. ഇതേണ്ട പൊട്ടിക്കിടക്കുന്നു. ഞാൻ ഇന്നാൾ കാട്ടി തന്നില്ലേ പൊട്ടുവെള്ളരി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് വെള്ളരിക്കായിരുന്നു. വെള്ളരിക്കല്ല കേട്ടോ. ഇത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന പൊട്ടുവെള്ളരി എന്നും പറഞ്ഞിട്ടുള്ള. ചില ആളുകൾ ചില സ്ഥലത്ത് കക്കിരി എന്നും പറയും. അതാണ് ഇത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടുക. പിന്നെ തേങ്ങാപ്പാലും ശർക്കരയും കൂട്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. നല്ല ബോഡിക്ക് നല്ല കൂളിങ്ങാണ് അത് കുടിച്ചാൽ. ഇപ്പം എൻ്റെ ഇപ്പോൾ ഇന്നലെ ഞാൻ ഒന്ന് പൊട്ടിച്ച്, ഇതിപ്പോൾ ഒരെണ്ണമുണ്ട്. അതും കൂടി പൊട്ടിക്കാൻ പോകുന്നു. ഈ പൊട്ടുവെള്ളരി ചെടിയുമ്പോൾ തന്നെ ഇങ്ങനെ കിടന്ന് പൊട്ടിയിട്ട് അത് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണ ഏറ്റവും നല്ല ടേസ്റ്റ്. പിന്നെ പൊട്ടിച്ചിട്ട് പഴുപ്പിക്കും, അതിലും ടേസ്റ്റാണ് ഇങ്ങനെ പൊട്ടിക്കിടന്നിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ ആ പൊട്ടുവെള്ളരി പൊട്ടിക്കുന്നു. ഇത് ഞങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അതെ, ഞാൻ പൊട്ടുവെള്ളരി പൊട്ടിച്ച്. അതെ, കണ്ടോ? ഈ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ഇട്ടിട്ട് കലക്കി അങ്ങോട്ട് കുടിക്കണം. ഇത്തിരി ഉപ്പിട്ടാൽ ബാലൻസ് ചെയ്യുക, ആ ഷുഗർ ബാലൻസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നല്ല ബോഡിയൊക്കെ നല്ല കൂളാവും കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ ഇന്നാൾ ഞാൻ കാട്ടിയപ്പോൾ ആകെ ഇതാണ് ആദ്യം ഉണ്ടായത്. ഇതൊന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഉണ്ടായി ഇത്. ഇന്നലെ ഞാൻ പൊട്ടിച്ചു. പിന്നെ ഇനി ഉണ്ടായി കിടക്കുന്നുണ്ട്. ഞാൻ കാട്ടിത്തരാം കേട്ടോ. അത് ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഇതാണ് പൊട്ടുവെള്ളരി. കക്കിരിക്ക എന്നും പറയും. ഇത് വെള്ളരിക്കല്ല കേട്ടോ. വെള്ളരിക്ക വേറെയാണ്. അത് വിഷുക്കണിക്കൊക്കെ യൂസ് ചെയ്യണ വെള്ളരിക്ക, റെഡ് കളറ്. ഇത് ഇങ്ങനെ മഞ്ഞ കളറിൽ ഉണ്ടാവുള്ളൂ. കണ്ടോ? ഇവിടെ ഒരെണ്ണം ഉണ്ടാവുന്നു. ഇവിടെ ഒരെണ്ണം. അത് ചിലപ്പോൾ ഇന്ന് തന്നെ ആവുന്നുണ്ട്, നാളേക്കോ ഒക്കെ ആവുന്നുണ്ട്. വൈകുന്നേരം ആവുമ്പോൾ പൊട്ടിക്കാം. ഇതാണ് പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ സാധനം. ഇപ്പോൾ മനസ്സിലായല്ലോ. പൊട്ടുവെള്ളരി വേറെ, വെള്ളരിക്ക വേറെ. വെള്ളരിക്ക ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഓക്കെ. ഇനി വേറൊരു സാധനം കൊണ്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇവിടെ ഉണ്ടായത്
കണ്ട. ഇത് ചെങ്കദളി വാഴയാണ്. പക്ഷെ ഇവിടെ നല്ല ചൂടാണ്, ഈ ഭാഗമൊക്കെ നല്ല വെയിലാണ്. അതായത് ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞളിപ്പ്. അതിൻ്റെ കടയിൽ ഞാനിപ്പോൾ ഈ കക്കിരിക്ക കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ അതിൻ്റെ വിത്തുണ്ട് ഇവിടെ കുഴിച്ചിട്ടപ്പോൾ ഇങ്ങനെ ആയത്. മനസ്സിലായോ? ചെടിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് പൊട്ടണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയും ചെടി.